ഹലോ, ഇന്നത്തെ ലഞ്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാവർക്കും അറിയാലോ. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉരുളി എടുക്കുക, അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ചിക്കൻ കറിയിൽ മൊത്തം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇടുന്നത് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കില്ല. ഇഞ്ചി വെളുത്തുള്ളിയും പെട്ടെന്ന് അങ്ങനെ അടി പിടിച്ചു പോകും, കരിഞ്ഞു പോകുമല്ലോ, അതില്ലാതിരിക്കാനാണ് കേട്ടോ. പിന്നെ സവോളയും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വെന്ത് വരണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും എല്ലാം കൂടി നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ നല്ലത്. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇവിടെ ഇട്ട കാരണം കൊണ്ട് കുറച്ച് മുളക് പൊടിയെ ഞാൻ ഇടണുള്ളൂ കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഇടണുള്ളൂ. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ ഇതൊക്കെ കൂടി നന്നായിട്ട് സെറ്റായിട്ട് വരുമ്പോൾ ഞാനിവിടെ ഗരം മസാലയില്ലേ നമ്മുടെ വീട്ടിൽ പൊടിച്ച് തന്നെയാണ്, അത് ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ സമയത്ത് ആ പൊടികളുടെ ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചിക്കൻ വേവാനുള്ള വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഞാനിതൊരു കറിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, റോസ്റ്റ് അല്ല. അപ്പോൾ അത്യാവശ്യം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 2 കിലോനോളം ചിക്കൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കറിയൊക്കെ തിളച്ചതിന് ശേഷം ഞാനത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അവരെത്രയും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സെറ്റാക്കി വയ്ക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് ഭംഗിക്ക് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക. ഇനി ഇത് തള വരുന്നോന്നൊന്ന് നോക്കിയതാണ്. അപ്പോൾ തളക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും കൂടി സെറ്റാക്കി മൂടി വയ്ക്കുക. പിന്നെ നമുക്കിവിടെ നെയ്ച്ചോറിന് വേണ്ട ഐറ്റംസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പട്ട, കരയാമ്പൂ, ഏലക്കം, തക്കോലം, പിന്നെ പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഞാൻ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അരി 1.5 കിലോ അരിയാണ് കേട്ടോ. അത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് തൈര് ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ തൈരിലിടാനുള്ള ക്യാരറ്റ് കേട്ടോ. ഇങ്ങനെ ഇട്ടാലാണ് പിള്ളേർ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ക്യാരറ്റ് ഞാനതിൽ ഇങ്ങനെ ചീകി ഇടാറുണ്ട്. സവോളേനേക്കാളും കൂടുതൽ ക്യാരറ്റാണ് ഞാൻ ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട സവോള, പിന്നെ പച്ചമുളകും അരിഞ്ഞു വെക്കുക കേട്ടോ. അതൊക്കെ കൂടി അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ തൈരിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. സവാള കുറവും ക്യാരറ്റാണ് ഞാൻ കൂടുതൽ ഇടാറുള്ളത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തൈര് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നെയ്ച്ചോറും കൂടി വെക്കണ്ടുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ കഴിക്കുന്ന പരിപാടി മാത്രം. അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടി കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യും വെളിച്ചെണ്ണയും കൂടി ആകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതിട്ടിട്ട് അതിലേക്ക് ഞാനിനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ കൂടിയിട്ട് സ്പൈസസൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സവോളയും പച്ചമുളകും
ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഒരു ടീസ്പൂണോളം ഉണ്ടാവും, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴാണ് സവോള പച്ചമുളകും കൂടിയിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, നെയ്ച്ചോറിൻ്റെ കളർ മാറും. അപ്പം ഞാനിവിടെ സവോള പച്ചമുളക് കുറച്ച് ക്യാരറ്റും കൂടിയിട്ടൊന്ന് വഴറ്റി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരി കഴുകിയത് ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈ പോലെ ഒന്ന് ആക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചാറ് ഒന്നും കൂടി കുറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്മിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് വെള്ളം കണക്കാക്കിയിട്ട് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 1.5 കിലോ അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏത് പാത്രത്തിലാണോ അരി അളക്കുന്നത് ആ പാത്രത്തിൽ ജസ്റ്റ് അതിൻ്റെ ഡബിൾ വെള്ളം അത്രയാണ് ഞാൻ നെയ്ച്ചോറിന് എടുക്കാറുള്ളത്. അപ്പോൾ ഒരു പാത്രമാണെങ്കിൽ 2 പാത്രം വെള്ളം ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി അരിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് തിളക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഈ അളവ് നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ വെള്ളം നല്ല കറക്റ്റാണ്. ഇപ്പോൾ നെയ്ച്ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ മല്ലിയില ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ്. അപ്പോൾ ഞാനിതിൽ കറിവേപ്പിലയാണ് ഇട്ടത് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു. സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ചാറൊക്കെ കുറുകി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന്